ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ മാസത്തെ പുതിയ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഷോറൂം നമ്മുടെ എറണാകുളം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഒരുപാട് വാഹനങ്ങളാണ് ഈ ഒരു മാസം സ്റ്റോക്ക് വന്നിട്ടുള്ളത്. എല്ലാം സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് മാക്സിമം ഡിസ്കൗണ്ട്, മാക്സിമം ലോൺ, മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ മാസം നിങ്ങൾക്ക് മുന്നിൽ ഈ വാഹനങ്ങളെല്ലാം ഇവർ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകളും ഈ ഒരു ഷോറൂമിന്റെ വീഡിയോസ് കണ്ടിട്ട് വണ്ടി നേരിട്ട് കാണാതെ ബുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വണ്ടിയെ വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ തന്നെ? അതായത് കസ്റ്റർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയെന്ന് വെച്ചാൽ കസ്റ്റർ ലൊക്കേഷൻ വയനാട്. പക്ഷെ കസ്റ്റർ എന്ന് വെച്ചാൽ ആളിവിടെ കേരളത്തിൽ, ആള് പുറത്താണ്. ഈ ഇന്നലെ ആള് ലീവിന് വന്നത്. അപ്പോൾ വണ്ടി മുന്നേ തന്നെ ബുക്ക് ചെയ്തു. അതായത് ലാസ്റ്റ് വീക്ക് തന്നെ വണ്ടി മുമ്പിട്ട് നമ്മുടെ വീഡിയോ കൊണ്ട് പുള്ളി അഡ്വാൻസ് സംസാരിച്ചു, പ്രൈസിങ് എല്ലാം സംസാരിച്ചു, ബുക്ക് ചെയ്തു. ഇന്നലെ പുള്ളി ഇറങ്ങിയത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നത്. അവരെ വീട്ടുകാർ വയനാട് നിന്ന് അവര് തലേന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് വന്നു. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞു. നേരെ എയർപോർട്ടിൽ പോയി സാറിനെ കൂടി കൂട്ടിയിട്ടാണ് അവർ വീട്ടിലോട്ട് പോയത് സ്വന്തം കാർ. നിങ്ങൾ ഗൾഫിൽ ഇരുന്ന് വീഡിയോസ് കണ്ടിട്ടാണ് ഇവിടുന്ന് ബുക്ക് ചെയ്യുന്നത് പറയുമ്പോൾ അത്രയൊക്കെ സന്തോഷം വീട് ചെയ്യുന്ന എനിക്കുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ സപ്പോർട്ടും സഹകരണം ഇവർക്ക് കൊടുക്കണം. അപ്പൊ ഏതൊക്കെ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ തരുന്ന മാരുതിയുടെ 800 മുതൽ അത്യാവശ്യം വലിയ 7 സീറ്റർ വാഹനങ്ങൾ വരെ ഈ ഒരു ഷോറൂമിൽ നിലവിൽ അവൈലബിൾ ആണ്. അതും ഓരോ മോഡലിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളർ വേരിയന്റ്, ബഡ്ജറ്റ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ 100-ലധികം സ്റ്റോക്കുള്ള ഈ ഷോറൂമിലേക്ക് ഒരു വാഹനം എടുക്കാൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മറ്റൊരു ഷോറൂമിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിനനുസരിച്ചുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ മാസം ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, എന്തൊക്കെയാണ് പ്രൈസ് റേഞ്ച്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ വീണ്ടും പറയുന്നത്, സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടിയും, മാരുതി വാഹനങ്ങളാണെങ്കിൽ 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ ഏത് സർവീസ് സെന്ററിൽ നമുക്ക് പോവുകയും ചെയ്യാം. അതർ ബ്രാൻഡ് വാഹനങ്ങളും നിലവിൽ ഒരുപാടുണ്ട്. ആ വാഹനങ്ങൾക്കും വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഷോറൂമാണ്. ഡിസംബർ മാസം വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇയർ എൻഡിങ്ങിന്റെ ഓഫർ ഉണ്ടാവും, ക്രിസ്മസ് ഓഫർ ഉണ്ടാവും, ന്യൂ ഇയർ ഓഫർ ഉണ്ടാവും, ക്ലിയറൻസ് സെയിലിന്റെ ഓഫർ ഉണ്ടാവും. ആകെ മൊത്തം ഓഫറിന് ഡിസ്കൗണ്ട് ആയിരിക്കും. മാക്സിമം വിലക്കുറവിൽ ഈ ഒരു മാസം വാങ്ങാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ക്വാളിറ്റിയിലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. സ്റ്റോക്ക് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത് മാരുതിയുടെ ഓൾട്ടോ കേട്ടൺ. ഏത് മോഡൽ വരുന്നത്? ഇത് 2023 സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഏത് വേരിയന്റ്? ഇത് വേരിയന്റ് വരുമ്പോൾ VXA ആണ്. നമുക്ക് ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്ക് 4,25,000 ആണ് റേറ്റ് വേണ്ടത്. 4,27,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? അതെ, 90% ഫിനാൻസ് ചെയ്യാം. 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. VXA വേരിയന്റ് അല്ലേ? എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇതിന് നമുക്ക് വരുമ്പോഴത്തേക്കും 2 ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് തന്നെ എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ആണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലടാ? അതെ, ടയറൊക്കെ ആപ്പാടെ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ബാലൻസ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ വണ്ടിയിലെ. അതെ. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 4,25,000 ആണ്. താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇത് മാരുതിയുടെ നെക്സ കാറ്റഗറിയിൽ വരുന്ന പ്രീമിയം സെഗ്മെന്റ് വാഹനം അല്ലേ? മാരുതിയുടെ ബലേനോ. ഏത് മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡെൽറ്റ ആണ് വേരിയന്റ് വന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് 40,000. പെട്രോൾ മാനുവൽ? പെട്രോൾ. അതെ, ജെനുവിൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. ഡെൽറ്റയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? 4 ഡോർ പവർ വിൻഡോ, പിന്നെ ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഡെൽറ്റയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമുക്ക് വരുമ്പോൾ 5,75,000 വരും. 5,75,000. ഇത് ചോദിക്കുന്നൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഞങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. അപ്പോൾ മാക്സിമം ലോണും ചെയ്യാൻ പറ്റൂല? ഇതിന് വാറണ്ടി ഉണ്ടോ? ഇത് നമുക്ക് വാറണ്ടി ഉണ്ട്. 6 മാസം ഓൾ ഇന്ത്യ മാരുതിയുടെ വാറണ്ടിയാണ് വരുന്നത്. ഓൾ ഇന്ത്യ മാരുതി. ഫ്രീ സർവീസ് ഉണ്ടോ? ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട്. മാരുതി ട്രൂ വാല്യൂ ഷോറൂം ആണെങ്കിലും മാരുതി വാഹനങ്ങൾ മാത്രമല്ല, അതർ ബ്രാൻഡ് വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്കുള്ള ഷോറൂമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഹോണ്ട അമേസിലെ. ഈ ഹോണ്ട അമേസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ, സെക്കൻഡ് ഓണർ ആണ്. 48,000 കിലോമീറ്റർ ഓടിയേക്കണേ SMT വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് 48,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കമ്പനി സർവീസ് സർവീസ് ഉണ്ട്. നമ്മൾ 1 കൊല്ലം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. അതർ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഒരു വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം അത്രയും ക്വാളിറ്റി ഉണ്ട്. നല്ല പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്.
ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എസ് വേരിയന്റിൽ. ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇത്രയും സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ആണ് എസ് എന്ന് പറയുന്നത്. പേപ്പേഴ്സ് ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 5.80 വരും. 5,80,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഷോറൂമിൽ എല്ലാ മാസവും സ്റ്റോക്ക് ഉണ്ടാവും. അതിൽ നമുക്ക് 7 സീറ്റർ വേണമെങ്കിൽ 7 സീറ്റർ ഉണ്ടാവും, 5 സീറ്റർ വേണമെങ്കിൽ 5 സീറ്റർ. നമുക്ക് ഏത് വാഹനം വേണമെങ്കിലും ഷോറൂമിലേക്ക് വരാവുന്നതാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ നല്ലൊരു 7 സീറ്റർ മാരുതിയുടെ എർട്ടിക നിലവിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ? അതെ അതെ. ഈ എർട്ടിക ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡല്, സെക്കൻഡ് ഓണർ, 79,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. VXA ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവൽ, പെട്രോൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXA ഉണ്ട്. അതെ അതെ. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതില്? അഡീഷണൽ വർക്കായിട്ട് കസ്റ്റമർ ചെയ്തേക്കുന്നത് സെൻസർ, ഫ്രണ്ട് ഭാഗത്ത് സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അഡീഷണൽ ഫീച്ചർ വന്നത്. അതായത് വാഹനത്തിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെൻസർ ഉണ്ട്. സേഫ്റ്റി മുഖ്യല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും അതിന്റേതായിട്ടുള്ള നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ അഡീഷണൽ പേയ്മെന്റ് അത്യാവശ്യം വില വരുന്ന ഐറ്റംസ് ആണ് ചെയ്തിട്ടുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ അതെ. പോരാത്തതിന് വണ്ടിക്ക് അടുത്ത കൊല്ലം ഓഗസ്റ്റ് വരെയും ഇൻഷുറൻസും കിടപ്പുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ചെലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമുക്ക് റേറ്റ് വരുമ്പോഴേക്കും 4,20,000 രൂപ. 4,20,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഇത് Hyundaiയുടെ i20 അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇത് 2023 മോഡൽ, സിംഗിൾ ഓണർ, സ്പോർട്സ് ആണ് വേരിയന്റ്. ഇതിന് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 41,000 കിലോമീറ്റർ ആണ്. പെട്രോൾ മാനുവൽ. ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ് ഫുൾ ഓപ്ഷന്റെ തൊട്ടുള്ള വേരിയന്റ് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് എടുത്തു വരാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, പിന്നെ ABS, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല ലെതറിന്റെ സീറ്റ് കവേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണല്ലേ? ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്കും 6,75,000. 6,75,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്. നല്ല മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും. നല്ല 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് വാറന്റി ഉണ്ടല്ലോ. ഇതിന് 1 കൊല്ലം വാറന്റി ഉണ്ട്. 1 കൊല്ലം വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാം. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 സെക്കൻഡ് ഓണർ, VXA ആണ് വേരിയന്റ് വന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഓടിക്കണം 55,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? അതെ അതെ. കമ്പനി സർവീസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് കാര്യങ്ങളൊന്നും. ഈ VXA എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോ, ABS, എയർബാഗ് കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്തേക്കുന്ന അലോയ്സ് കയറ്റിയിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയറും കാണാനൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 5,75,000 രൂപ വരും. 5,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഏകദേശം ഒരു 60-70 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇറക്കാം. നമുക്ക് ഇതിന് വരുമ്പോഴത്തേക്ക് ഒരു 85% ഫിനാൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാം. ഡയറക്റ്റ് മാരുതിയുടെ വാറന്റി ഉണ്ട്. ഇതിന് വരുമ്പോഴത്തേക്ക് 6 മാസം ഓൾ ഇന്ത്യ മാരുതിയുടെ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന വാഹനമാണ് മാരുതി ബ്രസ. അതും ഡീസൽ വാഹനം ഉണ്ടാവും. നല്ലൊരു ഡീസൽ വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബ്രസ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ, LDI ആണ് തന്നെ. ഓണർഷിപ്പ് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഓണർ, കിലോമീറ്റർ 1,13 ഓടിയുണ്ട്. 1,13,000. മേജർ സർവീസും കാണാനെല്ലാം എല്ലാം കഴിഞ്ഞിറക്കണ വാഹനമാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 6,30,000 വരും. 6,30,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാലോ. നമുക്ക് ഇതിന് ഒരു 80% ഫിനാൻസ് ചെയ്യാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി കൊടുക്കാം. നമുക്ക് 1 കൊല്ലത്തേക്ക് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. 1 വർഷം വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വാഹനമാണ്. ഡീസൽ വാഹനം അന്വേഷിച്ചിറക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാരുതി കമ്പനിയുടെ വിജയങ്ങൾ ഒന്നാണ് മാരുതി എസ്-ക്രോസ് അല്ലേ? നല്ല ഹെവി ലുക്കിൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു കിഡിലും വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2021 മോഡൽ എസ്-ക്രോസ് സീറ്റ പെട്രോൾ മാനുവൽ. അതെ. കിലോമീറ്റർ 38,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സിംഗിൾ RC ഓണർ ആണ് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സീറോ ക്ലെയിം ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് B2B ആണ് ഇപ്പോൾ ഈ വണ്ടിക്ക് നിലവിലുള്ളത്. ഈറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി തരുന്നുണ്ട്. അതിന് പുറമെ കസ്റ്റമർ അഡീഷണൽ ഫീച്ചേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് പറയുന്നത്? മെയിനായിട്ട് ഫ്രണ്ട് ഗ്രില്ലൊക്കെ ഡീക്രോമിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ ആണ്. റൂഫ് ബ്ലാക്ക് ആവാൻ വണ്ടി ഗ്രേയും റൂഫ് ബ്ലാക്കും. അതെ അതെ. ഓക്കെ. പിന്നെ ടിന്നർ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആംബിയൻസ് ലൈറ്റ് പോലെ ഡോറിൽ വന്ന ആംബിയൻസ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള മോമോഡ് ബ്രാൻഡായ 17 അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് വണ്ടി നമുക്ക് കാണാനും പറ്റുന്നത് അല്ലേ? അത്യാവശ്യം നല്ല ലുക്കിലാണ് വണ്ടി ഇപ്പൊ നിലവിലുള്ളത്. നല്ലൊരു വണ്ടിപ്പിനാന്ന് കൊണ്ടു നടന്നിട്ടുള്ള വാഹനമാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 9,35,000 ഈ വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത്. 9,35,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഫിനാൻസ് ചെയ്യാം മാക്സിമം, അതായത് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% മാക്സിമം 5 years നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. ഇത് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ ഗ്രാൻഡ് ഐട്ടൺ മാഗ്ന വേരിയന്റ് ആണ് 1.2. സെക്കൻഡ് യൂസർ ആണ്. 44,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ വെഹിക്കിൾ ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ എല്ലാം ജെനുവിൻ ആണ്. ഹിസ്റ്ററിയൊക്കെയുള്ള വെഹിക്കിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഈ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ സിംഗിൾ എയർ ബാഗ് ABS വരുന്നുണ്ട്, 4 പവർ വിൻഡോസ്, പിന്നെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, റിവേഴ്സ് സെൻസറും വരുന്നുണ്ട്. ടയറൊക്കെ പുതിയ ടയർസ്. ഓക്കെ, വേറെ മേജർ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആയിട്ടുള്ള വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴത്തേക്കും പ്രൈസ് 385 ആണ് പ്രൈസ് വന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. മാക്സിമം വണ്ടി ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി ലോണും കാര്യങ്ങളൊക്കെ വരുന്നതിന് അറേഞ്ച് ചെയ്ത് തരും. സുസുക്കിയുടെ സ്വിഫ്റ്റ് നല്ല ക്വാളിറ്റി പീസ് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ സ്വിഫ്റ്റ് VX പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? ഇത് 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? അതെ ഫുൾ അവൈലബിൾ ആണ്. VX-ൽ അത്യാവശ്യം ഫീച്ചേഴ്സും ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഫുൾ കമ്പനി സർവീസ് ആണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. വണ്ടി നമ്പർ കാര്യങ്ങളൊന്നും മറക്കുന്നില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ക്വാളിറ്റി വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി ഉണ്ട്. നമുക്ക് ഈ ഒരു വെഹിക്കിളിന് വന്നത് 6 മാസത്തെ മാരുതി വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് നമ്മൾ തരുന്നത്. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട്. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ 625 ആണ് പ്രൈസ് വരുന്നത്. 6,27,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഓഫർ. നമ്മളിപ്പോ ചെറിയൊരു 10,000 രൂപ ആക്സസറീസിന്റെ സ്കീം ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് മാക്സിമം ഡിസ്കൗണ്ട്, മാക്സിമം ഓഫർ. താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പോകുന്ന ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയോ. ഏതാ വേരിയന്റ്? ഇത് വരുന്നത് സെലേറിയോ ZXi AGS ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ. ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ ഇതിന്റെ പോക്കത്തിൽ പ്ലസും ആയിട്ട് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. ഓക്കെ, ഓണർഷിപ്പ്? ഇത് വരുമ്പോൾ സെക്കൻഡ് യൂസർ ആണ്. 53,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ZXi വരുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 530 ആണ് പ്രൈസ് വരുന്നത്. വാറന്റി കൊടുക്കാൻ പറ്റും? വാറന്റി ഉണ്ട്. നമുക്ക് 6 മാസത്തെ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഈ പറയുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഇത് 2021 മോഡല് മാരുതി സുസുക്കിയുടെ ഡിസയർ. അതെ. ഏത് വേരിയന്റ്? ഇത് ഡിസയർ VX ആണ്. പെട്രോൾ മാനുവൽ. സിംഗിൾ യൂസ്. കിലോമീറ്റർ 32,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. കമ്പനി സർവീസ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ 2 എയർ ബാഗ് ABS, റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VX-ൽ തന്നെ ഉണ്ട്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് ഇത് വരുമ്പോൾ 640 ആണ് പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചോദിക്കുന്ന പ്രൈസ് ആണ്. 6 മാസത്തെ വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസും തരുന്നുണ്ടാവും. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. മാക്സിമം ലോൺ കിട്ടില്ലേ? മാക്സിമം ഫണ്ടിങ്, അതായത് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% ഫണ്ടിങ്ങും ചെയ്യാം. ഒരു മാക്സിമം ഒരു 5 years ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാരുതി കമ്പനിയുടെ പ്രീമിയം സെഗ്മെന്റ് വാങ്ങാനായിട്ടുള്ള മാരുതി ബലേനോ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ ബലേനോ ഡെൽറ്റ ആണ് മിഡിൽ വേരിയന്റ്. സിംഗിൾ യൂസ്. കിലോമീറ്റർ 81,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. പെട്രോൾ മാനുവൽ. അതെ. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടില്ല. അത്യാവശ്യം മൈലേജ് സെഗ്മെന്റ് ആണ്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഡീഷണൽ ചെയ്താണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് വിത്ത് 1 year വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് 530 കൊടുക്കണേ. 5,30,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഡിസംബർ മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 year വാറണ്ടി ഉണ്ട്. ഇത് 2020 മോഡലിൽ മാരുതിയുടെ ഡിസയർ ആണ്. ഏതാ വേരിയന്റ്? ഇത് 2020 മോഡൽ ഡിസയർ VXi മിഡിൽ വേരിയന്റ് പെട്രോൾ മാനുവൽ. ഓണർഷിപ്പോ? സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ 33,000 റേഞ്ച് ഓടിയിട്ടുള്ള. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡിസയർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് മേജർ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. മേജർ ആയിട്ട് ഒന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. എല്ലാ കാര്യങ്ങളും പക്ക ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാനാണ്. VXi വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ നല്ല ലെതറിന്റെ സീറ്റ് കവേഴ്സും ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളും പുറവും നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലാത്തതിന്റെ പേരിൽ വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാരുതിയുടെ 6 months വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോകും ചെയ്യാം അല്ലേ? ഓക്കെ, ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് വരുമ്പോൾ 625 ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റം ഞങ്ങളൊക്കെ ഡിസംബർ മാസം എടുക്കണേലുണ്ടാവും. ഓരോത്തിന് 10,000 രൂപ എക്സൈസ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു മേടിക്കുക. ഇത് 2014 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ അല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡല് ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഓണർഷിപ്പോ? സിംഗിൾ യൂസ്. 53,000 കിലോമീറ്റർ ആകെ ഓടിക്കുന്നത്. ഓട്ടോമാറ്റിക് മാനുവൽ? ഓട്ടോമാറ്റിക് ആണ് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? നമുക്ക് മെയിൻ ആയിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പവർ വിൻഡോസ്, മിറർ ഫോൾഡിംഗ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്.
പിന്നെ സ്റ്റീരിയോ 2 എയർ ബാഗ് ABS മഞ്ഞ മോഡൽ എല്ലാം വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് സ്പോർട്സിൽ വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 375 ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത്. 3,70,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ വാഗനർ VXi AGS ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോ സിംഗിൾ യൂസ് ആണ്. കിലോമീറ്റർ 62,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ ഈ പറഞ്ഞൊക്കെ? ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. എല്ലാമാണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെന്ററിലൊക്കെ ബാക്ക് വൈപ്പർ ഞങ്ങളൊക്കെ വരുന്നുണ്ട്. നിലവിൽ കണ്ടീഷൻ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 425 പ്രൈസ് വരുന്നത്. 4,27,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2009 മോഡൽ സിംഗിൾ ഓണർ 51,000 കിലോമീറ്റർ ഓടിയേക്കണ ആവിയോ LS ആണ് വേരിയന്റ് വരുന്നത്. 2029 വരെയും പേപ്പർ കിടക്കുന്ന ഒരു വണ്ടിയാണിത്. നമുക്കിതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് തന്നെ.